ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ആൻഡ് ഫ്രെയിം. ഇപ്പോൾ നമുക്ക് നമ്മുടെ അഡീനിയം പൂക്കളുടെ സീസണാണല്ലോ. രണ്ട് തരം പൂക്കളുടെ സീസണാണ്, ഒന്ന് ബൊഗൈൻവില്ല, ഒന്ന് അഡീനിയം. അപ്പോൾ അഡീനിയം നമുക്ക് പ്രൂൺ ചെയ്ത് അടിപൊളിയായിട്ട് നിർത്തേണ്ട സമയമാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇളപ്പോളൊക്കെ വന്ന് നമുക്ക് നല്ല പോലെ പൂവുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയാണ് കേട്ടോ. 5 അഡീനിയം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ തവണ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തു, പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. ഇപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു വന്നാലും 1-2 പൂക്കളൊക്കെ ഉണ്ട് അതുമ്പോൾ മുട്ടൊക്കെ ആയിട്ട്. പക്ഷേ ഇനി അത് നിന്നാലും ഇനി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രൂണിങ്ങിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ പൂവ് ഉണ്ടായി ഇനി വരുമ്പോഴേക്കും മഴക്കാലമാവും. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ മുന്നേ കട്ട് ചെയ്താണ് അത് കാണുന്നത്. അപ്പോൾ അതുപോലെ മുന്നേ കട്ട് ചെയ്ത് 3 ബ്രാഞ്ചസ് വന്നിട്ട് അത് നമ്മളായിരുന്നു പൂക്കൾ ഉണ്ടായിരുന്നത്. ഈ ഒരു ഇതുപോലെ കണ്ടോ, അവിടെ നിന്നാണ് ഗ്രാഫ്റ്റ് ചെയ്ത് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ അതിലെന്തെങ്കിലും പുല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഭാഗം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതിൻ്റെ അടിയിൽ മുറിച്ച് കൊടുത്താൽ നമുക്ക് സാധാരണ ഇതേ വരുള്ളൂ. ഇത് അതിൻ്റെ അടിയിൽ നിന്ന് മുളച്ച് വരുന്ന ഇളപ്പുകളാണ്. പക്ഷെ അത് നമുക്ക് വേണ്ട, അത് സാധാ അടീനിയായിരിക്കും. അത് നമ്മൾ മുറിച്ച് അത് നമ്മൾ എടുത്ത് മാറ്റിക്കളയണം. അല്ലെങ്കിൽ നമ്മുടെ മുകളിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്തതിന് മുകളിലോട്ട് വരുന്ന അടീനിയത്തിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. അപ്പോൾ ഇതുപോലെ 5 ഗ്രാഫ്റ്റിംഗ് അടീനിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യണത് അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് നമ്മൾ കുറച്ച് ഗ്രോത്ത് മിക്സൊക്കെ കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് പൂക്കളൊക്കെ വലുതായി വേഗം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ടൂൾസ് എടുക്കുന്നത് ഒന്ന് സാനിറ്റൈസർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൂൾസ് എന്തെങ്കിലും എന്തെങ്കിലും ഫംഗസോ ഒന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ അടീനി ഇരിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വെള്ള നിറത്തിലുള്ള പശ വരും. അത് നമ്മൾ കൈമ ആയി കഴിഞ്ഞാൽ ചിലർക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് കൈമ ആവാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു തുണിയോ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ പശ വരുമല്ലോ വൈറ്റ് കളർ തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സാഫാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ഒരാഴ്ചത്തേക്ക് മഴയൊന്നും നനയാതെ പെട്ടെന്ന് വേനൽ മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊന്നും നനയാതെ മുകളിൽ അതിൻ്റെ പ്രൂൺ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കാതെ അതിൻ്റെ കടയ്ക്ക് മാത്രം വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് ദിവസം നല്ല വെയിലത്ത് വയ്ക്കാതെ ഒരു നേരിയ ഷെയ്ഡിൽ വെച്ചിട്ട് ഒന്ന് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ മണ്ണ് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഗ്രോത്ത് മിക്സ്ചറായിട്ട് ഇതൊന്ന് പ്രൂൺ ചെയ്തതല്ലേ, നമുക്ക് ഗ്രോത്ത് മിക്സ്ചർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ വേരുകളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ ഒന്ന് ആ വേരുകളൊക്കെ ഒന്ന് പോയാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്രോത്ത് മിക്സ്ചറായിട്ട് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയും പിന്നെ കുറച്ച് നമ്മുടെ കരിയില കമ്പോസ്റ്റാണ് കേട്ടോ. കറുത്ത നിറത്തിൽ കിടക്കുന്നത് കരിയില കമ്പോസ്റ്റാണ്. ഇത് 3ഉം കൂടി ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. 3ഉം നമുക്ക് ഓരോ റേഷ്യോയിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് കൂടുതൽ ചാണകപ്പൊടി അങ്ങനെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറ്. അങ്ങനെ ഒരു 2-3 പിടി നമുക്ക് അതിന് ചുറ്റിട്ട് കൊടുക്കാം. ജൈവവളം ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അത് കടയ്ക്കുന്ന മാറ്റിയ മണ്ണ് തന്നെയാണ് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണ് നമുക്കറിയാമല്ലോ, നമ്മൾ പോട്ടി മിക്സ് ആയിട്ടപ്പോൾ ഞാൻ മണലും അതൊക്കെ കൂടിയിട്ടുള്ള പോട്ടി മിക്സാണ് തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഒന്നാമത്തെ അടീനിയം ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയം പ്രൂൺ ചെയ്ത് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 5 അടീനിയം ഞാൻ ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് ഒക്കെ മണ്ണ് ഗ്രോത്ത് മിക്സ്ചറൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ 5 എണ്ണവും ഞാൻ ഇപ്പോൾ പ്രൂൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡ് നല്ല വെയിലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തണലത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിനി കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. 3 ദിവസം നമുക്ക് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ താഴോട്ട് ഇരുന്ന് പോകുന്നത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പോട്ടി മിക്സിൽ വെള്ളം ഒന്നും കെട്ടി നിൽക്കില്ല, നല്ല പോട്ടി മിക്സാണ് നമ്മൾ ഉപയോഗിച്ചത് നമുക്ക് മനസ്സിലാക്കാം.
അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ വെള്ളം അങ്ങനെ കെട്ടിക്കിടന്നാൽ നമ്മുടെ അഡീനിയത്തിൻ്റെ കോഡക്സും വേരൊക്കെ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേണ്ട, വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിക്കുമ്പോഴേക്കും വെള്ളം അടിയിലേക്ക് ഇരുന്ന് പോകത്തുണ്ട്. നമ്മൾ മുകളിൽ വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നില്ല. അപ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഇളപ്പുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ വന്ന് 1 മാസം 2 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലോണം പൂക്കളൊക്കെ കിട്ടി അടിപൊളിയായിട്ട് നമ്മൾ അഡീനിയം സെറ്റാകും. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വെയിലത്തോട്ട് തന്നെ എടുത്തു വയ്ക്കാം. വെള്ളമൊക്കെ നന്നായി കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയം ശ്രദ്ധിക്കേണ്ട